അപ്പോൾ പിള്ളേരെ സുനാമി വന്നു. ഇവിടെ ആണെങ്കിൽ ഫുൾ സീനാണ്. എനിക്ക് ജലദോഷവും പിന്നെന്താ കഫക്കെട്ടും ഒക്കെ ആയിട്ട് കബൂർ സീനാണ്. മുമ്പ് ലോക്കാണ്. ആരും പേടിക്കട്ടെ, ഞാൻ ചുമ്മാ സ്ലാങ് മാറ്റി നോക്കിയതാണ്. കണ്ടില്ലേ, സൗണ്ടൊക്കെ മാറി. ഇനിയിപ്പോൾ കുറേ വീഡിയോസ് പെൻഡിങ് ആണ്. ഞാൻ നാട്ടിൽ ഇന്ന് കല്യാണത്തിൻ്റെ ബാലൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബാംഗ്ലൂർ വരുന്നുണ്ട്. ബാംഗ്ലൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു കോളേജിൽ, അതിൻ്റെ വീഡിയോ ഇടാനുണ്ട്. എല്ലാം പെൻഡിങ് ആണ്. വയ്യാണ്ടായിപ്പോയി. എന്തായാലും ഇടും. ഇനിയിപ്പോൾ ഇന്ന് രാത്രി വയനാട് പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഉണ്ട്. ഇനി എടുത്തിട്ട് അതിടണം. കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാം പെൻഡിങ് ആണ്. എന്തായാലും എല്ലാം ഇട്ടിരിക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട, ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാ സാധനവും വരും. അപ്പോൾ നമുക്ക് മാംഗല്യം ഞഞ്ഞുനാനേന പാർട്ട് 10 കഴിഞ്ഞ് എൻ്റെ ബാലൻസ് പാർട്ട് 11ലേക്ക് പോവാം. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കില്ല, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതുവിൻ്റെ പിള്ളേർ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് ചെക്കൻ്റെ പിള്ളേരെ തോപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയില്ലല്ലോ, നമ്മൾ ചെക്കൻ്റെ പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടം കളിയാണല്ലോ മെയിൻ. തെറ്റിമൂലത്തെ പിള്ളേരെ എവിടെ പോയാലും കണ്ടം കളിയിൽ തോപ്പിക്കാൻ ആർക്കും ആവില്ല മക്കളെ. ഡാൻസിന്റെ പിന്നാലെ ചഞ്ഞുവിന്റെ കുട്ടി ഒരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവനോട് കുരവിടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് തെയ്യം കളിക്കുന്നു. അവനോട് കുരവിടുന്ന് ചോദിച്ചപ്പോ അവ ഒരുമാതിരി വികാരം ഇല്ലാത്ത ജീവിയെ പോലെയൊക്കെയാണ്. കൊരവ ഇടുമെന്നും പറഞ്ഞ് മാസം കാണിച്ച് പോണവന്മാരുണ്ടല്ലോ. ഇതിൽ ഏവനെങ്കിലും കൊരവ ഇട്ടില്ലെങ്കിൽ നോക്കോ ബസ്സിൽ കയറ്റില്ല തിരിച്ചു പോകുമ്പോ. ചെക്കനെ കണ്ടിട്ട് പേടിച്ച് വിറച്ചിരിക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് പൂവൊക്കെ ആരോ ഒരു മുഖത്ത് എറിയുന്നുണ്ട്. ഞാൻ ഈ ഇടുന്നത് കൊരവയാണെന്ന് നോക്കിക്കേ, അല്ലെങ്കിൽ ആ ചോദ്യവും മറന്നേക്കൂട്ടോ. മാസ് കാണിച്ച് കൊരവ ഇടാൻ പോയവരെ കാണിച്ചു തരാം. എന്റെ അവസാനം കൊരവ മാറി കൂക്കായി. പിള്ളേര് വളഞ്ഞു നിന്ന് കൊരവിട്ടോണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ചെക്കൻ ചേട്ടന്റെ മിന്നിങ്ങട്ടൻ കഴിഞ്ഞു. ഓരോരുത്തന്മാർ അതിന്റെ ഇടയ്ക്ക് ഒളിച്ചു നിന്നൊക്കെ കൊരവിടുന്നത്. സാധാരണ എല്ലാ കല്യാണത്തിനും താലികെട്ടിന് മുന്നേ പോയി ഫുഡ് കഴിക്കുന്നതാണ്. ഇത് നമ്മുടെ ചെക്കന്റെ കല്യാണം ആയതുകൊണ്ട് മാത്രം താലികെട്ടിന് ശേഷം ഓടി. താലികെട്ട് കഴിഞ്ഞത് ഓടി ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡ് നല്ല പറയണ്ടേ, നല്ല തിരുവനന്തപുരം സദ്യ. ആ ക്യൂവിൽ നിന്ന് ഇടികൊണ്ടതെല്ലാം വെറുതെ ആയി. ഞാൻ ഉള്ളിൽ ചെന്നപ്പോൾ സീറ്റ് ഫില്ലായി. ഇനി അടുത്ത വണ്ടിയിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.